ഒടുവിൽ ആ 22 വർഷം ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യം പുറത്തു വരികയാണ്. പത്തരമാറ്റിൻ്റെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അപ്പോൾ ആദർശിന് നേരത്തെ തൊട്ടേ സംശയം ഉണ്ടായിരുന്നു, ആ ഒരു നാഗേന്ദ്രൻ എന്തുകൊണ്ടാണ് മുത്തശ്ശൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതുമാത്രമല്ല, നാഗേന്ദ്രൻ്റെ കാര്യം പറയുമ്പോഴും അതിൻ്റെ ഒരു അന്വേഷണ കാര്യം പറയുമ്പോഴും അജയനും ജാനകിക്കും ഉണ്ടാകുന്ന മാറ്റം, ബാക്കി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അജയൻ ചെറിയച്ഛൻ, പക്ഷേ ഇതിനെ മാത്രം എന്തുകൊണ്ട് എതിർക്കുന്നു. അഭിയയ്ക്ക് ഒരു തവണ തല്ലി വരെ കിട്ടിയിട്ടുണ്ട് നാഗേന്ദ്രനെ കാണാൻ പോയി. പിന്നെ അതിനുശേഷമാണ് ജലജ അഭിയെ തല്ലുന്നത്. പക്ഷേ അതിലൊക്കെ ദേഷ്യം, ജലജയേക്കാൾ ദേഷ്യം നാഗേന്ദ്രൻ്റെ പേര് പറയുന്ന സമയത്ത് അജയൻ അദ്ദേഹത്തിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഇവർക്ക് എന്തോ ഒരു പങ്കുണ്ട്. നയനയും പറയുന്നു ഇതുപോലെ ജാനകിക്കും ഇതുപോലെ ചെറിയച്ഛനും എന്തോ പങ്കുണ്ട്, ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും എന്തോ പങ്കുണ്ട്, അവർക്ക് എന്തോ നമുക്കാർക്കും അറിയാൻ വയ്യാത്തൊരു രഹസ്യം, പാടില്ലാത്ത രഹസ്യം അവർക്കറിയാം എന്ന് ആദർശനും നയനയ്ക്കും ഉറപ്പാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് ആദർശ് ഓണത്തിരക്കുകൾക്കിടയിൽ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് ഓടുന്നുണ്ടെങ്കിൽ കൂടി ആദർശ് തിരക്കുന്നത് ഇവർക്ക് ഇതിനകത്ത് യഥാർത്ഥ സത്യം, നാഗേന്ദ്രന് അനന്തപുരി തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനുള്ള യഥാർത്ഥ കാരണം അറിയണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് ഒടുവിൽ നയനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് നന്ദുവിൻ്റെ സഹായം കൂടി തരണം. അങ്ങനെ നന്ദുവും അവർക്ക് സപ്പോർട്ടിനായിട്ട് എത്തുവാണ്. അതുമാത്രമല്ല, അജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ ഇവിടെ മരുമകളായിട്ട് വരേണ്ട, അങ്ങനെ ഒരു കാര്യം കൂടി അജയനും പറയുന്നുണ്ടായിരുന്നു ജാനകിയോട്. അതിനുശേഷമാണെങ്കിൽ അന്വേഷിക്കുന്നു, നന്ദുവും അന്വേഷിക്കുന്നു. അപ്പോൾ നേരിട്ട് തന്നെ നാഗേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഡേവിഡിനോട് പറയുകയാണ് നാഗേന്ദ്രനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നു, കുറച്ച് നാളായിട്ട് നാഗേന്ദ്രനും അറിയുന്നുണ്ടായിരുന്നു ആദർശ് ഇതിന് പിന്നാലെയാണെന്ന്. അപ്പോൾ ആ ഒരു സത്യം ഇനി ആദർശെ കൂടി അറിയണം. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ തറവാട്ടിൽ. അപ്പോൾ അങ്ങനെ നാഗേന്ദ്രനും ആദർശിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ പറയുന്നു, നീ അറിയാത്ത എന്താണ് ഇതുപോലെ ആദർശ്. അപ്പോൾ ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയാനും കഴിയില്ല. അങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നാഗേന്ദ്രനോട് സംസാരിക്കുകയും അദ്ദേഹം കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കാരണം അതിവിടുത്തെ യഥാർത്ഥ ശത്രു, അനന്തപുരി തറവാട്ടിലെ യഥാർത്ഥ ശത്രു ഞാനെന്താ അവിടെ തന്നെയുണ്ട്. ആട്ടിൻ തോലിട്ടവർ ചെന്നായി അവിടെ തന്നെയുണ്ട്. മറ്റാരുമല്ല, നിങ്ങളുടെ ചെറിയച്ഛൻ അജയനാണ് എന്ന് പറയുകയാണ്. കാരണം മുത്തശ്ശൻ തൻ്റെ മക്കളേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മരുമകനായ നാഗേന്ദ്രനെയാണ്, ഏറ്റവും ഉറച്ച വിശ്വാസവും കൊടുത്തിരുന്നത്. അങ്ങനെയാണ് നാഗേന്ദ്രനെ കൊണ്ട് എടുത്തു വളർത്തിയ മകളായിരുന്ന ജലജ വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷേ മറ്റൊരു സത്യം കൂടിയുണ്ട്, അത് പിന്നീട് പറയാം. അങ്ങനെ ജലജയെ ആ ഒരു സന്ദർഭത്തിൽ ഞാനല്ലായിരുന്നു ആ ഒരു ചതി ചെയ്തത്. തനിക്കിഷ്ടപ്പെട്ട സ്വർണം അവിടെ മുക്കുവണ്ടം വെച്ചിട്ട് പറ്റിച്ചത് ഞാനല്ല. അത് ആദർശിനെ എന്നെ അന്വേഷിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞാനല്ല, ജലജയാണ് അത് ചെയ്തത്. ഇതെല്ലാം അറിയാവുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അതായത് ഞാൻ ജലജയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ കുട്ടിയല്ല അഭി. അത് മറ്റാരുടെയും ചതിയല്ല, അജയൻ്റെ ചതിയായിരുന്നു. അജയൻ്റെ ഉറ്റ സുഹൃത്തായ മറ്റൊരാൾ, അയാൾ ജലജയെ ചതിച്ചിട്ട് അയാൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. അങ്ങനെ ആ ഒരു ചതി ചെയ്യാനായിട്ട് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് മറ്റാരുമല്ല, അജയൻ തന്നെയായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പകുതിയോളം സ്വത്ത് ഇപ്പോൾ അജയൻ്റെ പക്കലാണ്. കാരണം അനന്തപുരി തറവാട്ടിലെ ആ ഒരു ലേബലിൽ നിന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയും ചതി നടത്തിയും പകുതി ഭാഗത്തോളം സ്വത്തിൻ്റെ ആസ്തി അജയനും ജാനകിയും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണ് മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുവാനായിട്ട് അജയൻ ഇത്രയും എതിർപ്പ് കാണിച്ചത്. അതുമാത്രമല്ല, ജലജയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുത്തതും അത് അജയൻ്റെ ചതിയനായിരുന്നു. അജയൻ്റെ ഉറ്റ സുഹൃത്താണ്. അതിനുശേഷം വിദേശത്തേക്ക് കടന്നു കളയുകയും ചെയ്തു. ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചതും. അത്രയും എനിക്ക് ജലജയെ ഇഷ്ടമായിരുന്നു. ഇതൊന്നും അതുപോലെ അഭിയായിട്ട് ഞാൻ ഈ ഒരു എൻ്റെ സ്വന്തം മകനല്ല എങ്കിൽ കൂടി ഞാൻ വേർതിരിവും കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ എൻ്റെ സ്വന്തം മകൾ അവന്തിക തന്നെയാണ്. ജ്വല്ലറിയുടെ യഥാർത്ഥ ഫുൾ ഫോം എന്ന് പറയുന്നത് അവന്തിക നാഗേന്ദ്രൻ. അത് തന്നെയാണ്. അഭി എൻ്റെ മകനല്ല. പക്ഷെ ഞാൻ ഒരിക്കലും അവനെ വേർതിരിച്ച് കണ്ടിട്ടുമില്ല. ആ ഒരു വേർതിരിച്ച മട്ടിൽ ഒട്ടും സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇതെല്ലാം അറിയാമെങ്കിൽ കൂടി ജലജയെ കൂടി ചതിച്ചത് അജയൻ തന്നെയാണ്. ജലജയെ ഇങ്ങനൊരു പ്രേമത്തിൽ കുടുക്കി. കാരണം മൂന്നാമതൊരു മകളെ കൂടി പെൺമക്കളില്ലാഞ്ഞിട്ടാണ് ജലജയെ അങ്ങനെ എടുത്തു വളർത്തുന്നത്. അത് അജയനൊട്ടും ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ സ്വത്തുക്കൾ രണ്ടായിട്ട് വായിക്കുന്നതിന് പകരം മൂന്നാമതൊരു വീതം കൂടി പോകുമെന്ന് പറയുന്നിട്ട് ജലജയെ പ്രേമം നടിച്ച് ചതിച്ച ആളാണ്. അത് അജയൻ്റെ
സപ്പോർട്ടോടു കൂടി. എന്നിട്ട് അദ്ദേഹം നാടുവിടുകയും ചെയ്തു. അപ്പോഴേക്കും ജലജയെ